സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിലും വിവാഹം നടക്കാത്തതായിട്ടുള്ള സ്ഥലം ഉണ്ടാകില്ല. എല്ലാ വീടുകളിലും. കാരണം വിവാഹം നടന്നതുകൊണ്ടാണല്ലോ പരമ്പരകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവാം. മുസ്ലിം വിഭാഗമുണ്ട്, ക്രിസ്ത്യൻ വിഭാഗമുണ്ട്, ഹൈന്ദവ വിഭാഗമുണ്ട്. ഇതിൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഈഴവർക്കൊരു ആചാരം, നായന്മാർക്ക് മറ്റൊരു ആചാരം, വിശ്വകർമ്മജർക്ക് വേറൊരു ആചാരം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണുള്ളത്. ഇനി ഈഴവർ തന്നെ എടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിലൊരാചാരം, കോഴിക്കോട് മറ്റൊരാചാരം, തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ വേറൊരു ആചാരം, ഇങ്ങനെ വ്യത്യസ്തമാണല്ലോ. എന്നാൽ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന എന്നാൽ നിർബന്ധമായും നടത്തേണ്ടുന്ന ഒരു ആചാരമുണ്ട്. അത് ഏത് വിഭാഗമായാലും, അത് ഈഴവരായാലും നായന്മാരായാലും വിശ്വകർമ്മജരായാലും കുലാലയന്മാരായാലും പത്മശാലിയരായാലും എല്ലാവർക്കും ഈ ഒരു ആചാരം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ കാലത്തിനും ദേശത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തിയെങ്കിലും ശ്രേഷ്ഠമായത് നമ്മൾ പിന്തുടർന്നേ പറ്റൂ. അതെന്താണെന്ന് വെച്ചാൽ, ഈ വധുവും വരനും വിവാഹ മണ്ഡപത്തിൽ നിന്നും വരൻ്റെ വീട്ടിലേക്കാണ് സ്വതവേ പോകാറ്. അങ്ങനെ വരൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വരൻ്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെയും വരനെയും സ്വീകരിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അത് പൂർണ്ണമായിട്ടൊരു ആത്മീയതയിലൂടെയാണ് അത് ചെയ്യുന്നത്. ആധ്യാത്മികമായ തലത്തിൽ നിന്നാണ് അത് ചെയ്യാറ്. അതിന് പിന്നിൽ വലിയൊരു തത്വമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വരുന്ന വധുവിൻ്റെയും വരൻ്റെയും പാദങ്ങൾ കഴുകിച്ച് വേണം അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഇത് പൂർവ്വകാലത്തുള്ള നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയാണ് കടന്നു വരുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ ദുഃഖവും സുഖവും ഒക്കെ തന്നെ പങ്കിടാൻ വേണ്ടി ഒരു പങ്കാളിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് നമ്മുടെ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ അവർക്ക് മഹാലക്ഷ്മിയെപ്പോലെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിലുള്ള ഈ ചെറുപ്പക്കാരൻ്റെ സഹോദരിയുടെ മക്കളുണ്ടെങ്കിൽ ആ പെൺകുട്ടിയാണ് അത് ചെയ്യാൻ ഉത്തമം. അതല്ല എങ്കിൽ ആ വീട്ടിലുള്ള ആ കുടുംബത്തിലുള്ള മറ്റ് ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. അവർ വന്ന് ഈ വീടിൻ്റെ ഉമ്മറത്ത്, കാരണം വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ നിന്ന് ആ സ്റ്റെപ്പിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട്, ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും. കിണ്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രത്തിൽ വെള്ളം എടുത്ത് അവരുടെ കാലുകൾ വെള്ളമൊഴിച്ച് കഴുകും. ഇതിനു ശേഷം ആ വീട്ടിലെ ചെറുക്കൻ്റെ അമ്മ, അവരാണല്ലോ ആ വീടിൻ്റെ കുടുംബനാഥ, അവരുടെ കഷ്ടപ്പാടും അവരുടെ ദുരിതവും ഒക്കെയാണ് ഈ മകനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. കാരണം ആ അമ്മയുടെ ത്യാഗമാണ് ഈ മകൻ എന്നർത്ഥം. അപ്പോൾ ഈ മകനെ പോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ആ മകൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ സ്വന്തം മകളായിട്ട് ഇനിയുള്ള കാലം ജീവിത അവസാനം വരെ എനിക്ക് തുണയായി നിൽക്കേണ്ടവളാണ് ഈ പെൺകുട്ടി എന്നർത്ഥം. എനിക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന് മൊത്തമായിട്ട്. ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള അമ്മയാണ് ആ പെൺകുട്ടി അമ്മയെ എന്ന് വിളിക്കേണ്ടത്. ആ വീട്ടിലുള്ള അച്ഛനെയാണ് ഈ പെൺകുട്ടി അച്ഛ എന്ന് വിളിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഭർത്താവ് ഓരോ ആൾക്കാരും ഏത് വിധത്തിലാണോ അഭിസംബോധന ചെയ്യുന്നത്, സഹോദരിയാണെങ്കിൽ ചേട്ടത്തമ്മയുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ആൾക്കാരെയും അഭിസംബോധന ചെയ്യുന്ന അതേ സ്ഥാനമാണ് ഈ പെൺകുട്ടിയും കാണേണ്ടത്. അവരെയും അതുപോലെ വിളിച്ച് അതുപോലെ സ്നേഹിച്ച് അതുപോലെ കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ഈ കെട്ടിക്കൊണ്ടുവരുന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം അച്ഛനെയും സ്വന്തം അമ്മയെയും പരിഹസിക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയും അതേപോലെ അവരോട് പെരുമാറും. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും നല്ല സ്ഥാനം വേണം, എൻ്റെ സഹോദരന്മാർക്കൊക്കെ എൻ്റെ മനസ്സിലുള്ള അതേ സ്നേഹവും ബഹുമാനം എൻ്റെ ഭാര്യയ്ക്കും കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ
അവൻ്റെ മുന്നിൽ ഇവൻ ഒരിക്കലും മോശക്കാരാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനമായിട്ടൊരു മഹാലക്ഷ്മിക്ക് തുല്യമായ ആ പെൺകുട്ടി വരുമ്പോൾ ഈ ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള വരൻ്റെ അമ്മയായിട്ടുള്ള ഈ സ്ത്രീ എന്ത് ചെയ്യുന്നറിയോ? ഒരു നിലവിളക്കിന് ഒരുപാട് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നിലവിളക്ക് കത്തിക്കേണ്ട വിധത്തെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് സങ്കല്പങ്ങളെ തിരുത്തി എഴുതുന്ന ശ്രേഷ്ഠമായിട്ടൊരു വീഡിയോ ആണ് അത്. ആ വീഡിയോ കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് കാണാം. വേണ്ടി വന്നാൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. എന്തോ ആവട്ടെ, ഈ നിലവിളക്ക് കൊണ്ടുവന്ന് ഈ വരൻ്റെ അമ്മ ഈ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്തിനാ കൊടുക്കുന്നത്? അവൾക്ക് വെളിച്ചം കാണാനാണോ? സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇരുട്ടായിട്ട് അവർക്ക് വെളിച്ചമായിക്കോട്ടെ, ഇനി മുതൽ എനിക്ക് വെളിച്ചമായിട്ട് ഈ വിളക്ക് നിൽക്കട്ടെ എന്നുള്ളതല്ല സങ്കല്പം. എന്താ സങ്കല്പം എന്ന് വെച്ചാൽ, ഇത്രയും കാലം ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് മഹാലക്ഷ്മി ആയിട്ട് ഞാനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി മുതൽ ഈ വീടിൻ്റെ ഐശ്വര്യവും മഹാലക്ഷ്മിയും ഒക്കെ നീയാണ് മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിൻ്റെ ഐശ്വര്യമായിട്ടുള്ള മഹാലക്ഷ്മിയെ ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വിളക്കെന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, ലക്ഷ്മിക്ക് തുല്യമാണ് എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ലക്ഷ്മിയാണ്. ഈ വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ ഈ വീടിനെ സ്വർഗ്ഗ തുല്യമാക്കിയിട്ടുണ്ട്. ഈ വീടിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതും കുടുംബാംഗങ്ങളെ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എൻ്റെ മോളാണ് ഈ കർമ്മം ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഈ വീടിൻ്റെ മഹാലക്ഷ്മിയെ ആയിട്ട് നിന്നെ ഞാൻ അപരാധിക്കുകയാണ്. നിനക്കിതാ ഇതിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് വിളക്ക് ഞാൻ നിനക്ക് തരുന്നു. ഇനി മുതൽ വിളക്ക് കൊളുത്തേണ്ടതല്ല അവളാണ്. ആ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാക്കേണ്ടത് ആ പെൺകുട്ടിയാണ്. അതാണ് ആ വിളക്കന്നെ അവൾക്ക് കൊടുക്കുന്നത്. ആ വിളക്കുമെടുത്ത് അവൾ ഉള്ളിലേക്ക് കയറുന്നു. പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഒരു സംഭവം ഞാനിവിടെ സൂചിപ്പിക്കാം. അതാണ് ഏറ്റവും വലിയ എല്ലാവർക്കും മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഈ വിളക്കെടുത്ത് ഉള്ളിലേക്ക് കയറി 1 or 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ചിലപ്പോൾ നിറയെ എണ്ണയുണ്ടാവും. അപ്പോൾ ആ വിളക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ തിരി ഒന്ന് ബേക്കോട്ട് വന്ന് ആ തിരി അണഞ്ഞു പോകും. ഉടനെ പ്രായമുള്ള ആൾക്കാർ പറയും, കണ്ട എന്തോ ദുരിതമുണ്ട് കേട്ടാ, ആ പെണ്ണ് ഇവിടെ കയറി വന്ന് ആ പെണ്ണ് വന്നത് എന്തോ ഇഷ്ടമായിട്ടില്ല, ഈ വീട്ടിന് എന്തൊക്കെയോ ദുരിതം സംഭവിക്കും. അതാണ് അവൾ വിളക്ക് എടുത്ത് മുന്നോട്ട് വരുമ്പോഴേക്കും ആ വിളക്കണഞ്ഞു പോയി. അപ്പോൾ അത് ചേരാൻ പാടില്ലാത്തത് ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ വിധത്തിൽ ചില പഴമക്കാർ പറയാറുണ്ട്. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? വിളക്കിൽ തിരിയിട്ട് കഴിഞ്ഞാൽ ആ തിരി കൃത്യമായിട്ട് എണ്ണ നിറയെ ഉണ്ട് എന്നിരിക്കട്ടെ, ആ എണ്ണയിൽ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് ആ തിരി പുറകോട്ട് വലിയും. അപ്പോൾ ഇങ്ങനെയുള്ള വിളക്കിൽ അമിതമായിട്ട് എണ്ണയിടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ആ പെൺകുട്ടി കൊണ്ടുവന്ന് അകത്ത് വെക്കേണ്ടതായതേ ആവശ്യമുള്ളൂ, കുറച്ച് നേരത്തേക്കുള്ളത്. അപ്പോൾ അല്പം മാത്രമാണ് എണ്ണ ഒഴിക്കേണ്ടത്, അതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എണ്ണയിലേക്ക് താഴ്ന്നു പോയി തിരി അണഞ്ഞു പോയാൽ യാതൊരുവിധ ദോഷവുമില്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇല്ലാതെ മറ്റുള്ളവർ ഇതറിയാതെ ഒരു കുടുംബത്തിൽ കലഹം ഉണ്ടാക്കരുത്. ഈ ഒരു വിഷയം മറ്റുള്ളവർ ഈ ഭർത്താവിൻ്റെ അമ്മയോട് പറഞ്ഞു നിൽക്കട്ടെ, കണ്ട ആ പെൺകുട്ടി വന്ന് കയറി തന്നെ ആ വിളക്കണഞ്ഞത് കണ്ട് എന്തോ ദുരിതമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ മകനെ ശ്രദ്ധിക്കണേ, ചിലപ്പോൾ പലതും സംഭവിക്കാം. ഇതൊക്കെ പറഞ്ഞ് ആ കുടുംബത്തിൽ ആദി കൂട്ടുന്ന ചില ആൾക്കാരുണ്ട്. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ചോളൂ, ഇങ്ങനെ വിളക്കണഞ്ഞു പോയാൽ ഒരു ദുഃഖവും വേണ്ട, ഒരു ദുരിതവും ഉണ്ടാകില്ല, ഒരു പ്രയാസവും ഉണ്ടാകില്ല. അതൊന്നും ഒരു നിമിത്തമായി കണക്കാക്കേണ്ടതില്ല എന്നർത്ഥം. കാരണം അവൾ വിളക്ക് വാങ്ങിച്ച് ഈ അമ്മ ആ പെൺകുട്ടിക്ക് വിളക്ക് കൊടുത്ത് വിളക്കാണ് കൊടുക്കുന്നത്. കത്തുന്ന വിളക്കായാലും ഏത് വിളക്കായാലും ആ എണ്ണയും തിരിയും കൊണ്ട് അവൾ അകത്തേക്ക് കയറി. അതിനുശേഷം അണഞ്ഞു പോയാലൊന്നും ഒരു ദോഷവും ഉണ്ടായിട്ട് ആരും കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് ചില സ്ത്രീകൾക്ക് പെൺകുട്ടികളോട് പറഞ്ഞ് നീ കയറി വന്നത് തന്നെ ദുരിതമാണ് എന്ന് പറഞ്ഞിട്ട് മാനസികമായിട്ട് പീഡനം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല. ഇത് ഒരു പ്രതീകമായിട്ട് വിളക്ക് കൊടുക്കുന്നുവെന്ന് മാത്രം. ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ്. അതോടൊപ്പം സ്നേഹം കൊടുക്കണം. ഈ വിളക്ക് കൊടുക്കുന്ന ആളും അവരുടെ മറ്റുള്ള ബന്ധുക്കളും ഈ പെൺകുട്ടിക്ക് സ്നേഹമാണ് പകർന്നു കൊടുക്കേണ്ടത്. എന്താണ് ചിന്തിക്കേണ്ടതെന്നറിയോ? ഇത്രയും കാലം ആ പെൺകുട്ടി അവളുടെ അച്ഛനെയും അവളുടെ അമ്മയെയും അവളുടെ കുടുംബത്തിൻ്റെയും ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. ഇനി
അവരെയൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ കുടുംബത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവളുടെ കുടുംബത്തിൽ കിട്ടാത്തതായിട്ടുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ചിന്ത ആ കുടുംബത്തിൽ ആൾക്കുണ്ടാവണം. ഒരു വിളക്ക് കാരണമാക്കി ഒരിക്കലും അവരോട് മോശമായി പെരുമാറരുത്. ഒരു കാര്യം ചിന്തിക്കാം, അണഞ്ഞുപോയ വിളക്ക് കത്തിക്കാം, പക്ഷേ അണഞ്ഞുപോയ നമ്മുടെ സന്തോഷം രണ്ടാമത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ദുരിതവുമില്ല, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുക. ഇനി ആരെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും വേദിയിൽ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയാം, അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത്, ഒരു കുടുംബത്തിൻ്റെ മനസമാധാനം ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് ഉപദേശം കൊടുക്കുന്നതും നന്നായിരിക്കും. വിളക്ക് അണഞ്ഞു പോകുന്നത് എങ്ങനെയാ? ഈ കത്തിക്കൊണ്ടിരിക്കുന്നു, കാറ്റില്ല, വിളക്ക് കയ്യിലല്ല നിലത്ത് വെച്ചിട്ടാണുള്ളത്, നമ്മൾ തറയിൽ വെച്ചിട്ടുള്ള വിളക്കാണ്. കാറ്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അണഞ്ഞു പോകും. ഇങ്ങനെ തീ പൊട്ടിയിട്ട് അണഞ്ഞു പോകുന്നത് അതൊരു ദുർനിമിത്തമായിട്ട് കാണാം. എന്നാൽ വിളക്ക് പിടിക്കുന്ന സമയത്ത് അതെന്തായാലും ഒന്ന് കുലുങ്ങും എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും, കുലുങ്ങിക്കഴിഞ്ഞാൽ തിരി ഉള്ളിലേക്ക് വലിയുമെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ചില ആൾക്കാർ നമ്മുടെ സമാധാനം കെടുത്തുന്നുവെങ്കിൽ അതിന് ചെവി കൊടുക്കരുത് എന്നുള്ളതാണ് പ്രധാനമായി ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളും. കാരണം അതിൻ്റെ ദുഃഖം ഇന്നും അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സാണ് ശുദ്ധമാവേണ്ടത്. നിങ്ങളുടെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ ഏത് കുടുംബത്തിൽ കയറി ചെന്നാലും അവിടെയുള്ള നല്ല മനസ്സുള്ള അമ്മമാരും സഹോദരന്മാരും അച്ഛന്മാരൊക്കെ നിങ്ങൾക്ക് സംരക്ഷണം നൽകും. ഇതിൻ്റെ പേരിൽ യാതൊരുവിധ ടെൻഷനും പാടില്ല. പ്രത്യേകിച്ച് അമ്മമാരാകുന്ന ആൾക്കാരെല്ലാവരും ചിന്തിക്കുക, എൻ്റെ മകൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മകൾ കയറി വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ഞാനൊന്നും പറയില്ല, അവളെ അന്നേരം ചേർത്ത് പിടിക്കാനും വേണ്ടി നമ്മൾക്ക് കഴിയും എന്നൊരു ഉറച്ച തീരുമാനം ഈ വീഡിയോ കേട്ട് കഴിയുന്ന ഓരോ അമ്മമാരും തീരുമാനം എടുക്കണം. ആ തീരുമാനവും നിങ്ങൾക്ക് താഴെയില്ല. എൻ്റെ മകൾക്ക്, എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കാരണവും എൻ്റെ കുടുംബവും കാരണവും ഒരു ദുഃഖവും ഉണ്ടാകില്ല എന്ന് ഓരോ അമ്മമാരും തീരുമാനം എടുക്കണം എന്നർത്ഥം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇതുപോലുള്ള നിരവധി വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ തുടർന്നുള്ള വീഡിയോയും വേണമെന്നുണ്ടെങ്കിൽ നോക്കൂ, താഴെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കാണാം. അവിടെ ഒന്ന് തൊട്ട് കൊടുക്കൂ. അവിടെ ഒരു മണിയുടെ ചിത്രം കൂടി വരും, അതും കൂടി തൊട്ട് കൊടുക്കുക. എന്തിനാണെന്നറിയോ? ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് കാണാൻ കഴിയും. ആരും നിങ്ങൾക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അന്നേരം തന്നെ ഒരു മെസ്സേജ് വരും, നിങ്ങൾക്ക് തൊട്ടിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ കാണാൻ കഴിയും. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.